ഈ കാണുന്നത് അക്വേറിയത്തിലേക്ക് വെക്കാൻ വേണ്ടിയുള്ള ഇന്റേണൽ ഫിൽട്ടർ പമ്പാണ്. ഇത് റീസ്റ്റോറേഷന്റെ വീഡിയോ ചെയ്യാൻ വേണ്ടി സ്ക്രാപ്പിൽ നിന്ന് 20 രൂപയ്ക്കാണ് വാങ്ങിയത്. ഈ ഫിൽട്ടർ പമ്പ് വീട്ടിൽ കൊണ്ടുവന്നിട്ട് വർക്ക് ചെയ്യുമെന്നറിയാൻ വേണ്ടി പ്ലഗ് കണക്ട് ചെയ്ത് നോക്കിയപ്പോഴത്തന്നെ ഒരു മൂളൽ സൗണ്ട് മാത്രമേ ഉള്ളൂ, മോട്ടോർ കറങ്ങാനുള്ളായിരുന്നു. അപ്പോൾ ഇത് ഫുള്ളായിട്ട് റെഡിയാക്കി എടുക്കാൻ വേണ്ടി എല്ലാം അഴിച്ച് നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കാം. ഇതിന്റെ ഉള്ളിലത്തെ ഫിൽട്ടർ വരുന്നത് സ്പോഞ്ച് ടൈപ്പാണ്. അതൊക്കെ നന്നായിട്ട് തന്നെ വാഷ് ചെയ്തെടുക്കാം. ഇതിന്റെ മോട്ടറിന്റെ ഷാഫ്റ്റും അതിൻ്റെ ഉള്ളിൽ വരുന്ന മാഗ്നറ്റും എല്ലാം അഴിച്ചെടുത്ത് നന്നായിട്ട് ക്ലീൻ ചെയ്യാം. ഇതിന്റെ ഷാഫ്റ്റ് പെട്ടെന്ന് തന്നെ അഴിഞ്ഞു വന്നു, പക്ഷെ മാഗ്നറ്റ് ഉള്ളിൽ സ്റ്റക്കായിട്ടിരിക്കുമായിരുന്നു. മാഗ്നറ്റ് പുറത്തേക്ക് എടുക്കാൻ വേണ്ടി കുറച്ച് പ്രയാസമായിരുന്നു. ലാസ്റ്റ് അഴിച്ചെടുത്തു. അതഴിച്ചെടുത്തപ്പോൾ അതിൻ്റെ അടിയിലായിട്ട് പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ചെറിയ വാഷർ പോലത്തെ സാധനവും പിന്നെ റബ്ബറിൻ്റെ ഒരു ചെറിയ ബുഷ് പോലത്തെ ഉണ്ടായിരുന്നു. അതിങ്ങനെ അഴിച്ചെടുത്ത് ക്ലീൻ ചെയ്തേക്കാം. എല്ലാം ക്ലീൻ ചെയ്ത ശേഷം വീണ്ടും നമുക്ക് അതിലേക്ക് ഫിറ്റ് ചെയ്യാം. ആദ്യം നമ്മൾ ഫിറ്റ് ചെയ്യുമ്പോൾ ആ ഷാഫ്റ്റിൻ്റെ അറ്റത്തെ റബ്ബറിൻ്റെ ചെറിയ ബുഷ് പോലത്തെ സാധനം കയറ്റി വെക്കണം. പിന്നെ പ്ലാസ്റ്റിക്കിൻ്റെ വാഷറും ഇട്ട് അതിൻ്റെ മുകളിലാണ് മാഗ്നറ്റ് വെക്കേണ്ടത്. അത് കഴിഞ്ഞിട്ടാണ് പ്ലാസ്റ്റിക്കിൻ്റെ ഇംപില്ലർ പോലത്തെ അത് വെക്കേണ്ടത്. ഇനി പ്ലഗ് കണക്ട് ചെയ്തിട്ട് വർക്ക് ചെയ്യേണ്ടതെന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ മോട്ടർ അടിപൊളിയായിട്ട് തന്നെ വർക്ക് ചെയ്യാൻ തുടങ്ങി. ഈ ഫിൽട്ടർ പമ്പ് അക്വേറിയത്തിൻ്റെ ഉള്ളിലാണ് വെക്കണം. അപ്പോൾ ഗ്ലാസ്സിലേക്ക് ഒട്ടിച്ച് വെക്കാൻ വേണ്ടി വാക്വം ചെയ്ത് വെക്കാൻ വേണ്ടിയുള്ള ബുഷ് പോലത്തെ ഉണ്ടായിരുന്നു. അത് ഇതിലില്ലായിരുന്നു. പിന്നെ ഇതിലേക്ക് എയർ വലിച്ചെടുക്കാൻ വേണ്ടി ചെറിയൊരു ട്യൂബ് ഉണ്ടായിരുന്നു. അത് മിസ്സായി പോയിരുന്നു. അപ്പോൾ അതിന് പകരം നെബിലൈസറിൻ്റെ ചെറിയ ട്യൂബാണ് ഇതിൽ ഫിറ്റ് ചെയ്തത്. ഈ ഫിൽട്ടർ ഗ്ലാസ്സിലേക്ക് ഒട്ടിച്ച് വെക്കാൻ വേണ്ടി ബുഷ് ഫിറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ചെറിയ പീസ് കട്ട് ചെയ്തെടുക്കാം. ഇതുണ്ടാക്കാൻ വേണ്ടി PVC പൈപ്പിൻ്റെ ഒരു പീസ് കട്ട് ചെയ്തെടുത്തിട്ട് ചൂടാക്കിയിട്ട് ഷീറ്റ് പോലെയാക്കി എടുത്തു. ഈ PVCയുടെ ഷീറ്റിൽ നിന്ന് കട്ട് ചെയ്ത ശേഷമാണ് ബുഷ് ഫിറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള പീസ് ബെൻഡ് ചെയ്തെടുത്തത്. അതിൻ്റെ സെൻറ്ററിലായിട്ടൊരു ഹോളും ഇടുന്നുണ്ട് ബുഷ് അതിലേക്ക് കയറ്റി വെച്ച് ഉറപ്പിക്കാൻ വേണ്ടി. ഫർണിച്ചറിലൊക്കെ ഗ്ലാസ് ഫിറ്റ് ചെയ്യാൻ എടുക്കുന്ന ബുഷാണ് ഇതിൽ ഫിറ്റ് ചെയ്യാൻ വേണ്ടി ഇപ്പം എടുത്തിരിക്കുന്നത്. PVCയുടെ പീസിൽ ബ്ലാക്ക് കളർ പെയിന്റും അടിച്ചായിരുന്നു. ഈ മോട്ടറിന്റെ പുറകിൽ ലോക്ക് പോലെയുണ്ട്. അങ്ങോട്ട് ഇറങ്ങിക്കാൻ പാകത്തിനാണ് ആ ബുഷ് ഫിറ്റിരിക്കുന്ന പീസ് ഉണ്ടാക്കി എടുത്തിരിക്കുന്നത്. ഇനി മോട്ടറിന്റെ അടിയിൽ ഫിൽറ്ററും ഫിറ്റ് ചെയ്തിട്ട് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ അക്വേറിയം ഇല്ലാത്തതുകൊണ്ട് ബക്കറ്റിൽ വെച്ചാണ് ചെക്ക് ചെയ്യുന്നത്. ഈ ഫിൽട്ടർ പമ്പ് നമ്മൾ വർക്ക് ചെയ്യുന്ന ടൈമിൽ ശരിക്കും മോട്ടറിങ്ങനെ വെള്ളത്തിലേക്ക് മുങ്ങിയിരിക്കുന്ന രീതിയിൽ വെച്ചിട്ട് വേണം വർക്ക് ചെയ്യിപ്പിക്കാൻ, അല്ലെങ്കിൽ ഇത് ഓവർ ഹീറ്റ് ആകാൻ ചാൻസ് ഉണ്ട്. ഞാനിപ്പോൾ വീഡിയോയിൽ ഇങ്ങനെ വെള്ളം പമ്പ് ചെയ്യണ കാണിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ പൊക്കി വെച്ചിരിക്കുന്നത്. ഇത് നമുക്ക് പഴയത് കിട്ടിയതായതുകൊണ്ട് തന്നെ വല്ല ഷോക്ക് അടിക്കേണ്ടോന്ന് അറിയാൻ വേണ്ടി ടെസ്റ്റർ വെച്ചും ചെക്ക് ചെയ്ത് നോക്കി. അപ്പോൾ കുഴപ്പമൊന്നുമില്ലായിരുന്നു. ഈ ടൈപ്പ് പുതിയ ഫിൽട്ടർ പമ്പൊക്കെ വാങ്ങാൻ വേണ്ടി ഓൺലൈനിൽ ഞാൻ റേറ്റ് നോക്കിയപ്പോൾ 300 രൂപ താഴേക്ക് റേറ്റ് കണ്ടത്. പുതിയത് വാങ്ങാൻ വേണ്ടി ഒരു ലിങ്ക് ഞാൻ സ്ക്രീനിൽ ടാഗ് ചെയ്തേക്കാം. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ.